ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ സമയം വൈകിട്ട് 9:15. ഇന്നത്തെ ഈ യാത്ര എവിടേക്കാണെന്നറിയോ? ബാംഗ്ലൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു. കർണാടക RTCയുടെ അംബാരി ഉത്സവ്. സുഖകരവും സുരക്ഷിതവുമായ യാത്ര സമ്മാനിക്കുന്ന മൾട്ടി ആക്സിൽ വോൾവോ AC സ്ലീപ്പർ ബസ്സാണ് ഇത്. ഓരോ ബർത്തിലും റീഡിംഗ് LED ലൈറ്റും മൊബൈൽ ചാർജിംഗ് പോയിന്റും വൈഫൈയും വിൻഡോ കർട്ടനും ഉണ്ട്. പനോരമിക് ജനലുകൾ നമുക്ക് നല്ല പുറം കാഴ്ച നൽകും. ഇരിക്കാനും കിടക്കാനും സാധിക്കുന്ന 40 ബർത്തുകളുണ്ട് ഇതിൽ. ആദ്യമായി അംബാരി ഉത്സവിൽ കയറിയതിന്റെ ആവേശമെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി. 7:30 ബാംഗ്ലൂരിലെത്തി. കന്നഡ അറിയാത്തവർ ഇവിടെ വന്ന് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. അതറിയാവുന്നതുകൊണ്ട് ഊബറിൽ ബുക്ക് ചെയ്ത് നമ്മളൊരു ഓട്ടോയിൽ കയറി. ഇവിടെയുള്ള എല്ലാ ഓട്ടോയിലും ടാക്സിയിലും മൊബൈൽ ഹോൾഡർ ഉണ്ടാവും. റൂട്ട് മാപ്പ് ഇട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അവരെത്തിക്കുകയും ചെയ്യും. ഒന്ന് ഫ്രഷ് ആയ ശേഷം രാവിലത്തെ ചായ. ബ്രേക്ക്ഫാസ്റ്റ് വീണ സ്റ്റോഴ്സിൽ നിന്നുമാണ്. ഗുണനിലവാരത്തിനും വിലക്കുറവിനും ശുചിത്വത്തിനും പേരുകേട്ട ദക്ഷിണേന്ത്യൻ റെസ്റ്റോറന്റ്. ഇംഗ്ലണ്ടിലെ വിൻസർ കാസലിന്റെ മാതൃകയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ബാംഗ്ലൂർ പാലസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ കൊട്ടാരം. കസിൻസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻട്രി ടിക്കറ്റ് റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും ഫ്രീ ആയി ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ് ഇവിടെ. അടുത്തത് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാലറി കലയുടെ ശാന്തതയെ നിശബ്ദമായി ആസ്വദിക്കാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. രാജാ രവിവർമ്മ, ജാമിനി റോയ്, അമൃത ഷെർഗിൽ, രവീന്ദ്രനാഥ് ടാഗോർ എന്നിവരുടെയും നിരവധി ആധുനിക സമകാലിക കലാകാരന്മാരുടെയും ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇനി പെഡസ്ട്രിയൻ ബ്രിഡ്ജിൽ കയറി ബാംഗ്ലൂരിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന പ്രിസ്റ്റേജ് ട്രേഡ് ടവറിലേക്ക്. ആധുനികതയും ശാന്തതയും ചേർന്നൊരുങ്ങിയ ഈ സ്ഥലത്ത് ഓരോ കോണിലും ഒരു സൗന്ദര്യം നിറഞ്ഞിരിക്കുന്നു. കോർട്ട്യാർഡിലിരുന്ന ഒരു കപ്പ് ചൂടൻ കോഫി കുടിക്കുമ്പോൾ നഗരത്തിന്റെ അതിവേഗ ജീവിതം ഒരു നിമിഷം നിശ്ചലമാകുന്നത് പോലെ തോന്നും. സ്റ്റാർബക്സ് കോഫി അതൊരു മൂഡാണ്. ഭാരതരത്ന സർ M വിശ്വേശ്വരയ്യയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച മ്യൂസിയമാണ് വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം. റൈറ്റ് ബ്രദേഴ്സിന്റെ എയ്റോപ്ലെയിൻ കണ്ടല്ലോ. ഫൾക്രമും ലോഡും എഫോർട്ടൊക്കെ നമ്മൾ പഠിച്ചതും കുട്ടികളെ പഠിപ്പിച്ചതും എല്ലാം നമുക്ക് ഇവിടെ നിന്നപ്പം ഓർമ്മ വന്നു. 1962 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. എഞ്ചിൻ ഹാളിൽ വിവിധ കാറുകളുടെ എഞ്ചിനുകൾ, വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, ജെറ്റ് എയർക്രാഫ്റ്റ് എഞ്ചിൻ, മറ്റ് മെക്കാനിക്കൽ ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുള്ളി സിസ്റ്റം, ഗിയറുകൾ, ലിവറുകൾ, പരിശ്രമം കുറിക്കുന്ന സ്ക്രൂകൾ എന്നിവയെല്ലാം പ്രദർശന വസ്തുക്കളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഈ ഉപകരണങ്ങളുടെ ഉപയോഗം എങ്ങനെ എന്നതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകർഷകമായ പ്രദർശനങ്ങളിലൂടെ യന്ത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കുകയാണ് ഹൗ തിങ്സ് വർക്ക് ഗാലറിയുടെ ലക്ഷ്യം. ശബ്ദം, പ്രകാശശാസ്ത്രം, ദ്രാവകങ്ങൾ, ഗണിതം എന്നിവയുടെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് ഫൺ സയൻസ് ഗാലറി. ഇതാണ് ടൊർണാഡോ. ഈ പ്രദർശനങ്ങൾക്ക് പുറമെ മ്യൂസിയത്തിൽ ഒരു സയൻസ് ഷോ ഹാൾ, ഒരു 3D തിയേറ്റർ, 250 സീറ്റുള്ള ഒരു ഓഡിറ്റോറിയം, കഫറ്റീരിയ എന്നിവയും ഉൾപ്പെടുന്നു. ഹെഡ് ഓൺ എ പ്ലാറ്റർ ഒരു കൗതുകത്തിന് ഞങ്ങളും പരീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സ്കൂൾ കുട്ടികളായി മാറി എന്ന് വേണം പറയാൻ. സ്കൂളിൽ പഠിക്കുമ്പോഴാണല്ലോ ടീച്ചേഴ്സ് നമ്മളെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിയത്തിലേക്കെല്ലാം കൊണ്ടുവരുന്നത്. വൈദ്യുതി, ഇലക്ട്രോണിക്സ്, ആശയവിനിമയം എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന സംവേദാത്മക വൈദ്യുത പ്രദർശനങ്ങൾ ഇലക്ട്രോ ടെക്നിക് ഗാലറിയിൽ അടങ്ങിയിരിക്കുന്നു. സ്പേസ് ടെക്നോളജി, ബഹിരാകാശത്തിനും ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്കുമായി സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് ഗാലറിയാണ് ഇത്. ഒരു നിമിഷത്തേക്ക് ഞാനും സ്പേസ് സ്യൂട്ടിനകത്ത് കയറി. ഈ ഗാലറിയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ നിരവധി ഇന്ററാക്റ്റീവ് ഇമേഴ്സീവ് പ്രദർശനങ്ങളിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സന്ദർശകർക്ക് ബഹിരാകാശ രംഗത്തിലെ വിവിധ സാങ്കേതിക പുരോഗതികളെ ആകർഷകമായ പ്രദർശനങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയും. ബയോടെക്നോളജി ഗാലറിയിലാണെങ്കിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ജനിതക ശാസ്ത്രം, അതിന്റെ വിവിധ സാങ്കേതികതകളും പ്രയോഗങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ലോകത്തിലെ വിവിധ ലാബോറട്ടറികളുടെ സംഭാവനകൾ ചിത്രീകരിക്കുന്ന ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് പ്രദർശനങ്ങളും ഇവിടെ കാണാം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് ബെൽ ഹാൾ ഓഫ് ഇലക്ട്രോണിക്സ് ഗാലറിയാണ് ഇത്. ഇലക്ട്രോണിക്സും അതിന്റെ വികസനവുമാണ് മുഖ്യ വിഷയം. ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ ഈ ഗാലറിയിലുണ്ട്. ഈ ഗാലറി ഇലക്ട്രോണിക്സ് ശാസ്ത്രത്തിന്റെ ചരിത്രവും അതിന്റെ വികസനവും അവതരിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നതാണ്. സയൻസ് ഫോർ കിഡ്സ്. ഇതിനകത്ത് കയറിയപ്പോൾ നമ്മളും ചെറിയ കുട്ടികളായി. സംവേദാത്മക കളിപ്പാട്ടങ്ങൾക്ക് പുറമെ മൃഗങ്ങൾ, നിറങ്ങൾ, വെളിച്ചം, ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രദർശനങ്ങളും ഇവിടെയുണ്ട്. മിറർ മേസ് ആണ് ഈ ഗാലറിയിലെ
മറ്റൊരു ആകർഷണം. ഈ പ്രദർശനങ്ങളെല്ലാം കാണാനായി കുറെ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പഠനയാത്രയാണെന്നാണ് തോന്നുന്നത്. സയൻസിന്റെ അത്ഭുത ലോകം കണ്ട് കൗതുകം നിറഞ്ഞ കണ്ണുകളും ആശയങ്ങൾ നിറഞ്ഞ മനസ്സുമായി മടങ്ങുന്ന കുട്ടികളെയും നമുക്ക് കാണാം. ഭക്ഷണപ്രേമികളുടെ ഇഷ്ടസ്ഥലമായ മേഘ്ന ഫുഡ്സിൽ പോയി പ്രസിദ്ധമായ മേഘ്ന ബിരിയാണിയാണ് ഞങ്ങൾ ഉച്ചയൂണായി കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് വിധാനസൗധ നിയമനിർമ്മാണ സഭ, കർണാടകയുടെ അഭിമാനവും ഭരണകൂടത്തിന്റെ ചിഹ്നവുമാണ് ഇത്. ഗ്രാനൈറ്റിൽ ആധുനിക ദ്രാവിഡ ശൈലിയിലാണ് ഇത് പണിതിരിക്കുന്നത്. കർണാടക നിയമസഭയുടെയും മന്ത്രിസഭയുടെയും കേന്ദ്രമാണെങ്കിലും ബാംഗ്ലൂർ സന്ദർശിക്കുന്ന ഒരാളും ഇത് കാണാതെ പോകരുത്. രാത്രിയിൽ വിളക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന വിധാനസൗധയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ കാണുന്നതാണ് കർണാടക ഹൈക്കോർട്ട്. എപ്പോഴും ഫ്രണ്ടിൽ കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ഇതുവഴി കബൺ പാർക്കിലേക്കാണ് പോകുന്നത്. കബൺ പാർക്ക് ഔദ്യോഗികമായി ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ പാർക്കാണ് ഇത്. ബാംഗ്ലൂർ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കബൺ പാർക്ക് എന്നൊക്കെ പറയാം. ഇതിനകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇവിടെ അലൗഡ് ആണ്. 300 ഏക്കറിലുള്ള ഒരു നാച്ചുറൽ പാർക്കാണ് ഇത്. ഇവിടെ നല്ല ഹൈറ്റ് ഉള്ള മരങ്ങളുണ്ട്. മൊത്തം ഗ്രീനറിയാണ്. ജോഗിങ്ങിനും പിന്നെ ചുമ്മാ കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാനും പറ്റിയ നടപ്പാതകളുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഓരോ ഏരിയയിലും ഓരോ തരത്തിലുള്ള മരങ്ങളും ചെടികളുമാണ് ഉള്ളത്. പുല്ലും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. സിറ്റിയുടെ സെന്ററിൽ സിറ്റിയുടെ തിരക്കൊഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കബൺ പാർക്ക്. ഇതിന്റെ ഒരു സൈഡിൽ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പാർക്ക് കണ്ടല്ലോ. ഇനി നമുക്ക് നഗരത്തിന്റെ തിരക്കിലേക്ക് പോവാം. നഗരത്തിന്റെ വെളിച്ചത്തിൽ മിന്നുന്ന ഈ വഴികൾ നിറങ്ങളുടെയും ശബ്ദങ്ങളുടെയും തിരക്കിലാണ്. ചെറിയ സ്റ്റാളുകൾ, മിന്നുന്ന ലൈറ്റുകൾ, നിറയെ ആളുകൾ. ഇവിടെ എല്ലാം ഉണ്ട്. ട്രെൻഡി വസ്ത്രങ്ങൾ മുതൽ ചായയും സ്നാക്സും വരെ. വില ചോദിക്കുന്നതിലും ബാർഗെയിനിങ് ചെയ്യുന്നതിലും തന്നെ ഒരു രസമുണ്ട്. ബാംഗ്ലൂർ സ്ട്രീറ്റ് മാർക്കറ്റ് രാത്രിയും ഉറങ്ങില്ല. ഇത് വെറും ഷോപ്പിംഗ് അല്ല, ഒരു വൈബ്രന്റ് നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. വീക്കെൻഡ് ആയതുകൊണ്ടാവണം എല്ലാ സ്ട്രീറ്റും ഫുള്ളാണ്. ലൈറ്റുകളും ജനക്കൂട്ടവും മേളം പോലെ ചലിക്കുന്ന ഈ നഗരം ഓരോ കാൽവയ്പിലും സന്തോഷത്തിന്റെ സ്പന്ദനം നിറയ്ക്കുന്നു. നഗരത്തിന്റെ ഹൃദയത്തിൽ സംഗീതം പോലെ ഒഴുകുന്ന ഒരു വഴിയാണ് ചർച്ച് സ്ട്രീറ്റ്. സമയം 6:45. തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബ്രിഗേഡ് റോഡ്. നിറയെ ലൈറ്റുകൾ, മ്യൂസിക്കിന്റെ താളം, ഫാഷൻ, ഫുഡ്, ഫ്രണ്ട്സ് എല്ലാം ഒരുമിക്കുന്ന സ്ഥലം. ഓരോ കോണിലും ലൈഫുണ്ട്, ലോഫ്റ്റർ ഉണ്ട്, എനർജി ഉണ്ട്. കഫേകളും സ്ട്രീറ്റ് ഷോപ്പുകളും ഇഷ്ടം പോലെ. ഇത് MG റോഡ്. പകലിൽ തിരക്കേറിയ ബിസിനസ് സെന്ററായും രാത്രിയിൽ മിന്നുന്ന ലൈറ്റുകളാൽ അലങ്കരിച്ച നഗരത്തിന്റെ മുഖമായി മാറുന്ന റോഡ്. കഫേകളുടെ സുഗന്ധം, ആർട്ട് മതിലുകൾ, ലൈറ്റുകളുടെ തിളക്കം എല്ലാം ചേർന്ന ഒരു അർബൻ ഡ്രീം. ഇവിടെ രാത്രി ഒരിക്കലും മങ്ങില്ല. ജനങ്ങളുടെ ചിരിയും ഗിറ്റാറിന്റെ ശബ്ദവും ചായയുടെ ചൂടും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത്, എത്ര വലിയ ഹോട്ടലാണെങ്കിലും എത്ര നല്ല ഭക്ഷണമാണെങ്കിലും മിക്കവരും പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ധാരാളം. മലയാള സിനിമയ്ക്ക് അഭിമാനമായ ഒരു സൂപ്പർ വുമൻ ചിത്രമായ ലോകയിലെ ചില നൈറ്റ് ഷൂട്ടുകൾ ഈ ഏരിയയിൽ നടന്നിട്ടുണ്ട്. കല്യാണി പ്രിയദർശന്റെ ചന്ദ്രയെ മറന്നിട്ടില്ലല്ലോ. എംപയർ റെസ്റ്റോറന്റിലാണ് ഡിന്നർ. ഓർഡർ ചെയ്ത് അധികം വൈകാതെ ഫുഡ് കിട്ടി. നല്ല ഭക്ഷണം, വിലയും റീസണബിൾ ആയിരുന്നു. ഡെലിവറി ഓപ്ഷനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ കറക്കം ഇവിടെ അവസാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം തുടങ്ങി. ഇതുപോലുള്ള പൂമാലകളും പൂക്കളും നിറഞ്ഞ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് A2B അഥവാ അഡ്യാർ ആനന്ദഭവനിലാണ്. നിരവധി ശാഖകളുള്ള പോപ്പുലറായ ഒരു പ്യുവർ വെജിറ്റേറിയൻ ശൃംഖലയാണ് ഇത്. വലിയ വലിയ ബിൽഡിങ്ങുകളിലെ ഗ്ലാസുകൾ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ ഓറിയോൺ മാൾ ആണ്. ബ്രിഗേഡ് ഗേറ്റ്വേയിലെ ഓറിയോൺ മാൾ ബാംഗ്ലൂരിലെ പ്രീമിയം ഷോപ്പിംഗ്, ഡൈനിങ്, എന്റർടൈൻമെന്റ് അനുഭവങ്ങൾക്ക് ഒരു പ്രധാന കേന്ദ്രമാണ്. മികച്ച ബ്രാൻഡുകൾ, രസകരമായ ഭക്ഷണശാലകൾ, മറ്റു നിരവധി ആകർഷണങ്ങൾ എല്ലാം ഇവിടെ അനുഭവിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ സൈഡ് മിററിലൂടെ എടുത്ത കാഴ്ചയാണ് ഇത്. ഏകദേശം 3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം മെട്രോ പിടിച്ച് മന്ത്രി മാളിലെത്തി. ദീപാവലി അടുത്തതുകൊണ്ടാവാം ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ. ഈ മാളും കൊള്ളാം. ഇപ്പോൾ സമയം 5:45. സൺസെറ്റ് കാണാൻ നേരെ സാങ്കി ടാങ്കിലേക്ക്. ഒരു കൃത്രിമ തടാകമാണ് സാങ്കി ടാങ്ക്. മെഡ്രാസ് സാപ്പേഴ്സ് റെജിമെന്റിലെ കേണൽ റിച്ചാർഡ് ഹെറോം സാങ്കിയാണ് സാങ്കി ടാങ്ക് നിർമ്മിച്ചത്. ബാംഗ്ലൂർ പോയി അവിടുത്തെ ചാട്ട് കഴിക്കാതെ മടങ്ങുന്നത് എങ്ങനെയാ? നേരെ ചാട്ട് കോർണറിലേക്ക്. അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് അമ്പലങ്ങളിലും നമ്മൾ പോയി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാനുള്ള സമയമായി. A2Bയിൽ പോയി ഭക്ഷണവും കഴിഞ്ഞ ശേഷം ബസ്സിൽ കയറി. സമയം 9:45. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കിടന്ന പാടെ അങ്ങ് ഉറങ്ങി. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് അവസാനിച്ചു. കൃത്യം 6 മണിക്ക് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ്. 6:15 അവിടെ നിന്ന് ബസ് കയറി നേരെ വീട്ടിലേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.